ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമിഴിലെ ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു സ്റ്റുഡിയോ ആൻഡ് വെസ്റ്റ് സൈഡ് ഹോളാണ്. ഓക്കെ, സോറി, ഞാൻ എന്താണ് ഇങ്ങനെ. ഓക്കെ, ഞാനിത് 3 വട്ടമായി ഇതിപ്പോൾ ഷൂട്ട് ചെയ്യണം. എനിക്കിനി പറ്റില്ല ഇൻട്രോ ഒന്നും എടുക്കാൻ. പ്ലീസ് ടു അഡ്ജസ്റ്റ് ഗൈസ്. കാരണം ഒന്നാമത് ഞാൻ പുറക്ക് എണീറ്റതേ ഉള്ളൂ, ഉച്ചയായി. 2 എനിക്കിപ്പോൾ ഒരു സ്ഥലം വരെ പോകണം. ഞാൻ ഓൾറെഡി ലേറ്റാണ്, എന്നിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും വെറുപ്പിച്ചിട്ട് നിൽക്കുവാണ്. സോ നമുക്ക് അത് ഷൂട്ട് ചെയ്യണം. ആൻഡ് തേർഡ് തിങ്, എനിക്ക് മാക്സിമം സൗണ്ട് ഇല്ലാതെ ഷൂട്ട് ചെയ്യണം എന്നുണ്ട്. ബട്ട് ഉച്ചയ്ക്ക് ഇവിടെ AC ഇല്ലാതിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ചൂടെടുത്ത് കഴിഞ്ഞാൽ ഇറിറ്റേറ്റഡ് ആവും. അതുകൊണ്ടാണ് ഞാൻ AC ഇട്ടേക്കുന്നത്. സോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോവാണ്. അത് കുറച്ച് മേക്കപ്പ്, രാവിലെ എണീറ്റ് കുറച്ച് ബ്ലഷ്, ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. സോ നമുക്കിനി വേഗം പറഞ്ഞ സമയം കളയണ്ട, ഹോൾ വീഡിയോയിലോട്ട് പോവാം. സ്റ്റുഡിയോന്നും വെസ്റ്റ് സൈഡിൽ നിന്നുമാണ് മെയിൻലി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ചൊക്കെ വേറെ വാങ്ങിച്ചു, പക്ഷെ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഡ്രസ്സ് മാത്രം പിടിച്ചിട്ട് എനിക്ക് കൈ നല്ല വേദന, സ്റ്റിൽ എനിക്ക് ഇപ്പോഴും നല്ല വേദന ഉണ്ട് ഇത്രയും കവർ പിടിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വെസ്റ്റ് സൈഡിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഈ ഒരു ഓറഞ്ച് ടോപ്പ് നല്ല രസമല്ലേ. ഇതിന് എനിക്ക് 199 കിട്ടിയത്, സെയിൽ ഉണ്ടായിരുന്നു. സോ ഇത് ഭയങ്കര സുഖമുള്ളൊരു മെറ്റീരിയലുമാണ്. ഞാനിപ്പോൾ ഇങ്ങനത്തെ ടോപ്സ് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേപോലത്തെ ഐ തിങ്ക് ഈ ഒരു ഒറ്റ കളറിൽ മാത്രമേ, ഈ ഒരു സെയിലിന് ഈ ഒരു കളർ മാത്രമേ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സോ ഇച്ചിരി ബ്രൈറ്റ്നെസ് കൂടുതലായിരുന്നു, ഇച്ചിരി ബ്രൈറ്റ്നെസ് കൂടിപ്പോയി. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഫ്രം വെസ്റ്റ് സൈഡ്. ഓക്കെ, ഐ നോ ഈ ഒരു വീഡിയോ കുറച്ച് അങ്ങനെ ഇങ്ങനെ ആയിരിക്കും, ബട്ട് പ്ലീസ് ഡു അഡ്ജസ്റ്റ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. ദെൻ വാങ്ങിച്ചത് ഇത് രണ്ടും ഒരുമിച്ച് കാണിക്കാം. ഓക്കെ, നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ഇത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ പോയാലും വെസ്റ്റ് സൈഡിൽ പോയിട്ട് അവിടുത്തെ ഈ ബിക്കിനി അങ്ങനത്തെ സെറ്റ് ഉണ്ടല്ലോ, ബിക്കിനി സെറ്റ്സ് അല്ലെങ്കിൽ സ്വിം സ്യൂട്ട്, അവിടെ ഇങ്ങനെ നിൽക്കും. നല്ല രസമാണ്, എല്ലാ കളേഴ്സും ഒക്കെ കാണാനും ഭയങ്കര രസമല്ലേ ഇങ്ങനെ ലോഞ്ചറീസൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഞാൻ അവിടെ പോയി എപ്പോഴും നോക്കാറുണ്ട്. ബട്ട് ഞാനത് വിട്ടിട്ട് എവിടെയും പോകാൻ പോകുന്നു, എനിക്ക് യൂസ് ഒന്നുമില്ല. സോ അതുകൊണ്ട് പിന്നെ അതും അത്ര പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ വട്ടം ഞാൻ പോയപ്പോൾ അതിനൊക്കെ നല്ല ഡിസ്കൗണ്ട് കണ്ടു. സോ ഒരെണ്ണം വാങ്ങിച്ചു. ഇത് ഞാൻ ഇടുമോ ഇടൂല ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ വാങ്ങിച്ചു. ആൻഡ് ഒന്നിത് ഇത് സെറ്റാണ്. ഇതിങ്ങനെ പിടിച്ച് കാണിക്കാൻ വയ്യ. ഇതൊറ്റ സെറ്റാണ്. ഇത്രയും തെറിച്ച പിങ്കല്ല ക്യാമറയിൽ കാണുന്നത്, കുറച്ചുകൂടി ഒരു ഇതുണ്ട്. അപ്പം ഞാൻ ഇതും വേറൊരു സ്ട്രൈപ്പ് വരുന്നതുണ്ടായിരുന്നു, ആനിമൽ പ്രിന്റ് വരുന്നത്, നിയോൺ ഷെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടത് ഇതാണ്, ഒരു പിങ്ക്. ഞാൻ ഭയങ്കര പിങ്ക് അഡിക്റ്റ് ആയതുകൊണ്ട്. സോ ഇതിൻ്റെ MRP വരുന്നത് 1000 ആണ്, പക്ഷേ എനിക്കിത് 499 ഇത് കിട്ടിയത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് ഇല്ലേ, ഓക്കെ, ഇത് 399. സോ അതാണ് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ച നെക്സ്റ്റ് പ്രൊഡക്റ്റ്. ദെൻ വെസ്റ്റ് സൈഡിൽ നിന്ന് അമ്മ ഈ ഒരു പാൻറ്റീസിൻ്റെ ഈ ഒരു സെറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത്ര തന്നെയാണ് നമ്മൾ വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റുഡിയോയിൽ ഹോളിലോട്ട് പോവാം. സോ ഫസ്റ്റ് തന്നെ ഇതും ഒരു സെയിലിനുണ്ടായിരുന്ന ഐറ്റമാണ്. 299 എനിക്കിത് കിട്ടിയത്. ഒരു സ്കേർട്ടാണ് ഇത്. ഞാൻ ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ വിചാരിച്ചത്, ഇഫ് ഐ ആം വെയറിങ് ദിസ് എപ്പോഴെങ്കിലും, ഐ ഡോണ്ട് നോ, ഒറ്റയ്ക്കെങ്കിലും നമ്മൾ ഇതിടുമ്പോൾ ഇത് നല്ല മാച്ചല്ലേ. അപ്പോൾ ഇത് കവറപ്പായിട്ട് വേണമെങ്കിൽ ബോട്ടമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓൾസോ വി ക്യാൻ സ്റ്റൈൽ ദിസ്, ഇതിട്ട് സ്റ്റൈൽ ചെയ്യാനും പറ്റും. സോ അല്ലാതെ നോർമൽ കാഷ്വൽ ഇടാൻ പറ്റും. ഞാൻ ഇത്രയും ഷോർട്ട് സ്കേർട്ട് ഇട്ടിട്ടുണ്ടോ, ട്വൈസ് എന്തോ ഞാൻ എൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഇട്ടിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഫ്രം സ്റ്റുഡിയോ. അടുത്ത് ഇത് അമ്മ വാങ്ങിച്ചൊരു ജീൻസാണ്. അമ്മ ഇതും വേറൊരു സൂപ്പർ ഒരു ക്രോപ്പ് ഷർട്ട് എന്തോ ഇട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ അങ്ങനെ പറഞ്ഞ് ഈ ജീൻസ് അമ്മ എടുത്തിട്ടുണ്ട് എന്തായാലും. സോ അതിന് എനിക്ക് സന്തോഷം. അമ്മയ്ക്ക് നേരത്തെ ജീൻസ് ഉണ്ട്, ബട്ട് അമ്മ ഈ ഒരു ജീൻസും കൂടെ എടുത്തത് കുറച്ചുകൂടെ ഒരു ബാരൽ ഫിറ്റ് പോലെ കിടക്കുന്ന ഒരു ജീൻസ്. ആൻഡ് എനിക്ക് ഈ ഒരു അടിപൊളി ജീൻസ് ഒറ്റ സൈസ് ഞാനവിടെ കണ്ടുള്ളൂ. എനിക്കിത് 399 കിട്ടിയത്. ആൻഡ് എൻ്റെ സൈസ് ലുക്ക് അറ്റ് ദാറ്റ്, അനിമൽ പ്രിൻ്റ് ആയിട്ടുള്ള ജീൻസ് 399 എനിക്ക് കിട്ടിയത്. അതും ഞാൻ നോക്കിയപ്പം ഈ സ്കേർട്ട് എടുത്തല്ലോ, സ്കേർട്ടിൻ്റെ ബാക്കിൽ ഈ ഒരു അനിമൽ പ്രിന്റ്. പക്ഷേ എൻ്റെ സൈസൊന്നും കാണില്ല. ഇത് എന്താണെന്ന് നോക്കുമ്പോൾ ജീൻസ് ജസ്റ്റ് ഒന്ന് സൈസ് നോക്കി 28.
ഓ കിട്ടി, ലോട്ടറി അടിച്ചു എന്ന്. ഇതെന്താ ചെഞ്ഞ് പോണേ, സോറി. സോ അപ്പോൾ ഞാൻ കിട്ടി, ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേ ഞാൻ എടുത്തു. പിന്നെ ഞാൻ ഒന്നുകൂടെ ട്രയലും കൂടെ ചെയ്ത് നോക്കി കേട്ടോ, അതിന് ഫിറ്റ് അല്ലെങ്കിലും. സോ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലെഗ് പോലെയൊക്കെ വരുന്ന, സ്ട്രെയിറ്റ് ലെഗ് എന്നാണ് ഇതിന് പറയുന്നത്. എനിവേ കുറച്ച് ലൂസായിട്ടുള്ളൊരു ജീൻസ്. ഇതാണ് നെക്സ്റ്റ്. ഇത് അമ്മ സ്റ്റുഡിയോ ചെരുപ്പിൻ്റെ ഒരു ഫാനാണ്. സോ ഞാനും സ്റ്റുഡിയോ ചെരുപ്പ് വാങ്ങിക്കാറുണ്ട്. സോ ഇങ്ങനത്തെ ഒരു കുറച്ചുകൂടെ, നമ്മൾ രണ്ടുപേരും നല്ല ഹൈറ്റ് ആണല്ലോ, സോ അമ്മ ഇത്തിരി ഹൈറ്റായിട്ട് നിൽക്കട്ടെ. പിന്നെ അത് മാത്രമല്ല, അമ്മയ്ക്ക് കാർ ഓടിക്കുന്ന സമയത്ത് ഇവിടെ ഇത്തിരി ഹീലുണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണെന്ന് അമ്മ പറയും. ഇങ്ങനത്തെ ചെരുപ്പ് കേട്ടോ. അമ്മയ്ക്ക് ഇതിൽ തന്നെ വേറൊരു ഇതേപോലത്തെ ഹീൽ തന്നെ, പക്ഷെ ഒരു ബേജ് കളറും അമ്മയുടെ ഉണ്ട്. സോ ഇതിപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ. ഞാൻ എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ഇങ്ങനത്തെ ചെരുപ്പ് ഭയങ്കര കംഫർട്ടബിളാണ്. സ്റ്റുഡിയോന്ന് ഞാൻ ലാസ്റ്റ് ടൈം എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചൊരു ചെരുപ്പുണ്ട്, പിങ്ക് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള. അത് ജിമ്മിൽ പോകുമ്പോൾ ഇടും, വീട്ടിൽ പുറത്ത് നടക്കുമ്പോൾ ഇടും, സ്കൂളിൽ പോകുമ്പോൾ ഇടും, എവിടെ പോയാലും ഞാനിപ്പോൾ ആ ചെരുപ്പാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പം ഞാൻ ഓക്കെ, അതാണെങ്കിൽ കുറച്ച് കല്ലും ഇതൊക്കെ ഉള്ള ചെരുപ്പാണല്ലോ, അപ്പോൾ കുറച്ചൊരു ബ്ലാക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതും ഐ തിങ്ക് സെയിലുണ്ടായിരുന്നു. യെസ്, ഇതിന് 299 ആണ് എനിക്കിത് കിട്ടിയത്. സോ ഈ ഒരു ചെരുപ്പ് വാങ്ങിച്ചു, ബ്ലാക്ക്. പിന്നെ ഇത് ഒരു ജസ്റ്റ് നോർമൽ ഒരു ടോപ്പ്, തിരിഞ്ഞ് കിടക്കുവാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഇതാണ് വാങ്ങിച്ചത്. ഇതൊരു നോർമൽ നമ്മളിങ്ങനെ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാം, ക്രോപ്പ് ടോപ്പ് പോലെ ഇടുന്ന ഒരു ടോപ്പാണ്. ഇത് 149 ആണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. എൻ്റെ ലൈറ്റ് കളർ ഓൾസോ, ഈ ബേജ് കളർ. എനിക്ക് അധികം ബേജ് ഇല്ല. സോ പിന്നെ ഓഫറിലും കണ്ടപ്പം ഇതെടുത്തു. ഞാൻ വേറെ ഒരുപാട് ഡ്രസ്സൊന്നും എടുത്തില്ല. ആൻഡ് പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഞാൻ ലാസ്റ്റ് ടൈം സ്റ്റുഡിയോന്ന് 2 ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ കാണിച്ചു. ഇനി നമുക്ക് കുറച്ച് ആക്സസറീസും കൂടി ഉണ്ട്, അതുകൂടെ കാണിച്ചിടാം. സ്റ്റുഡിയോന്ന് കാണിച്ചാൽ ഫസ്റ്റ് തന്നെ ആക്സസറീസ്. സ്റ്റുഡിയോയുടെ ഈ ഒരു വെറ്റ് വൈപ്സ് ഭയങ്കര അടിപൊളിയാണ്. ഞാനിപ്പോൾ നെയിൽ പോളിഷ് റിമൂവിങ്ങിനാണെങ്കിലും മേക്കപ്പ് റിമൂവിങ്ങിനാണെങ്കിലും ഒക്കെ ഈ വെറ്റ് വൈപ്സ് ആണ് ഉപയോഗിക്കുക. അപ്പം വെറ്റ് വൈപ്സ് കോട്ടൺ പാഡ്സ്, ഓർക്കണേറ്ററിൻ്റെ കുഴപ്പമാണ്. സോ അത് ദെൻ ഞാൻ കുറേ ആയി വിചാരിക്കണം ഈ ഒരു സംഭവം വാങ്ങിക്കാനെന്ന്. ഇത് ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോൾ 149 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് കണ്ടത്. സോ ഇപ്പം ഞാൻ പോയപ്പോൾ 99 കണ്ടു. അപ്പം ഞാൻ പിന്നെ കണ്ണും പൂട്ടിയാലങ്ങ് വാങ്ങിച്ചു. അടയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഷിറ്റ്. ഓക്കെ, ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇതൊരു ബാഗ് ചാം എന്നൊക്കെ പോലെ പറയാം. നമുക്ക് ബാഗിലൊക്കെ തൂക്കിയിടാം. ഞാനിതിന് എന്താക്കാണെന്ന് അറിയാം ഉദ്ദേശിക്കുന്നത്, എൻ്റെ ലിപ്സ്റ്റിക് ഹോൾഡർ. നമുക്ക് ലിപ്സ്റ്റിക് ഹോൾഡർ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി സവാരയിലൊക്കെ നോക്കിയാൽ മതി, ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടും. പക്ഷെ ഞാൻ വെച്ചു ഓക്കെ, ഇതിലെൻ്റെ ലിപ്സ്റ്റിക്സ് ഇട്ട് വെക്കാൻ പറ്റുവാണെങ്കിൽ അതിടാം, അല്ലെങ്കിൽ കോയിൻസ് അങ്ങനെ എന്തെങ്കിലും ഇടാം എന്നൊക്കെ വിചാരിച്ചു. സോ ഇത് നല്ല രസമില്ലേ. ഞാൻ ഫസ്റ്റ് ബ്ലാക്ക് എടുത്തത്, പിന്നെ ഞാൻ പോയി ബേജ് എടുത്തു. എന്നാൽ എനിക്ക് ബേജിനോടൊരു ഇഷ്ടം കൂടുതൽ. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം. ദെൻ സ്റ്റുഡിയോയുടെ ബ്യൂട്ടി ബ്ലെൻഡർ കൊള്ളാമോ എന്നൊന്ന് നോക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങിച്ചു ബ്യൂട്ടി ബ്ലെൻഡർ. എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ ഓൾറെഡി ഡെഡായി, അപ്പോൾ ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മയാണെന്ന് തോന്നുന്നു ഈ ലെങ്തനിങ് മസ്കാര എടുത്തിട്ടുണ്ട് സ്റ്റുഡിയോയുടെ. ഞാൻ സ്റ്റുഡിയോയുടെ മേക്കപ്പിൻ്റെ ഫാനല്ല. സോ ഇത് ആൻഡ് ഇതും അമ്മ എടുത്തതാണ്, ഒരു വിറ്റാമിൻ സി ഷീറ്റ് മാസ്ക്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ, കാരണം ഞാനും യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. ഇനി 2 ആക്സസറീസ് ആണുള്ളത്. അമ്മ ഈ ഒരു കമ്മൽ എടുത്തിട്ടുണ്ട്, ആൻഡ് ഞാൻ ഈ ഒരു മാല എടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? സോ ഇത് രണ്ടും ആണ് എടുത്തിട്ടുള്ളത്. സോ അതോടുകൂടി നമ്മുടെ ഹോൾ വീഡിയോയ്ക്ക് ഇവിടെ ഒരു അവസാനം വന്നിരിക്കുകയാണ്. ഷോപ്പർ സ്റ്റോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഐ ഡിഡ്ന്റ് ഷൂട്ട് ദാറ്റ് ആൻഡ് ഐ ഡിഡ്ന്റ് ബൈ എനിത്തിങ് ഫോർ മൈസെൽഫ് ഫ്രം ദെയർ. സോ അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അതിന് എനിക്ക് നൈക്കയിൽ പോകണമെന്നുണ്ടായിരുന്നു, കാരണം നമ്മളിതെല്ലാം ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 10:45. ഞാൻ ഇത്ര ഡ്രസ്സ് എടുത്തിട്ടുള്ളെങ്കിൽ ഞാൻ 100 ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കി. എനിവേ അപ്പോൾ അത്രയാണ്. പിന്നെ എനിക്ക് വീട്ടിലിടുന്ന ഡ്രസ്സൊന്നും കിട്ടിയില്ല, നല്ല സെറ്റ് എന്തെങ്കിലും. അപ്പോൾ അത് സവാനയെന്നോ എന്തെങ്കിലും മിന്ത്രയെന്നോ എന്തെങ്കിലും നോക്കാം. സവാനയിലാണ് കുറച്ചൊരു നൈറ്റ് വെയർസ് ഉള്ളത്. സോ ഞാനിനി ലെങ്ത് ആക്കത്തില്ല, കാരണം എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ പോയി നല്ലൊരു സദ്യയൊക്കെ കഴിക്കട്ടെ. സോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ. ആൻഡ് വൺ മോർ തിങ്, നിങ്ങളുടെ ഓണം പ്രിപ്പറേഷൻസ് ഒക്കെ ഏതുവരെ? എക്സാം ആണെന്ന് എനിക്കറിയാം, എനിക്കും എക്സാം ആണെന്നാണ്. സോ നിങ്ങൾക്കും എങ്ങനെയുണ്ട്, നന്നായിട്ട് എക്സാം ഒക്കെ എഴുതാൻ പറ്റട്ടെ. എങ്ങനെയുണ്ട് ഓണം, എല്ലാം ഷെയർ ചെയ്യൂ. അപ്പോൾ അത്രയുള്ളൂ, ബൈ.